ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടി ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടി ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സർവകലാശാല വിഷയങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ രാജ്ഭവൻ ഭിന്നത തുടരുന്നതിനിടെയാണ് ബഹിഷ്കരണം. പ്രതിപക്ഷ നേതാവും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിന് 15 ലക്ഷം രൂപയുടെ അധിക ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. പൌരപ്രമുഖർക്കും വിശിഷ്ടാതിഥികൾക്കുമായി ഗവർണർ വിരുന്ന് സൽക്കാരം നടത്തുന്നു. നേരത്തെ രാജ്ഭവനിൽ അടുത്തിടെ നടന്ന പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വച്ച സാഹചര്യത്തിൽ പരിപാടികൾ ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് മന്ത്രിമാർ കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സർവകലാശാല വിഷയങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടങ്ങിയത്. വിഷയത്തിൽ മന്ത്രിമാരായി ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശത്തെ ചൊല്ലി സർക്കാർ ഗവർണർ പോര് മുറുകിയിരുന്നു. അമ്മയെ നയിക്കുവാൻ വനിതകൾ. ശ്വേത മേനോൻ പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി. താരസംഘടനയായ അമ്മയെ നയിക്കുവാൻ വനിതകൾ. വാശിയേറിയ പോരാട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും തിരഞ്ഞെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നത്. ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉണ്ണി ശിവപാലും ജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയെയും ലക്ഷ്മിപ്രിയയെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ശ്വേതമേനോനും ദേവനുമാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ എന്നിവർ മത്സരിച്ചു. ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ എന്നിവർ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു. ആകെ 504 അംഗങ്ങളുള്ളതിൽ 298 പേരാണ് വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് ഇത്തവണ സംഭവിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി തുടങ്ങിയ താരങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. മരുന്ന് വാങ്ങാൻ പോയ 65-കാരിയെ ബലാത്സംഗം ചെയ്തു, പ്രതി പിടിയിൽ. കൊല്ലം കണ്ണനെല്ലൂരിൽ മരുന്ന് വാങ്ങാൻ പോയി മടങ്ങിവന്ന 65-കാരിയെ യുവാവ് ബലാത്സംഗം ചെയ്തു. മീയന്നൂർ പുന്നക്കോട് രോഹിണി നിവാസിൽ അനൂജിനെയാണ് പോലീസ് പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത്. പരിക്കേറ്റ വയോധിക ചികിത്സയിൽ തുടരുന്നു. ആളൊഴിഞ്ഞ പറമ്പിൽ വച്ചായിരുന്നു ബലാത്സംഗം. രാവിലെ വാക്കനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി മടങ്ങി വീട്ടിലേക്ക് നടന്നുവരുന്നതിനിടെയാണ് വയോധികയെ ആക്രമിച്ചത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് വച്ച് ഇവരെ കടന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് ബലാത്സംഗം ചെയ്ത ശേഷം സംഭവ സ്ഥലത്തു നിന്നും പ്രതി രക്ഷപ്പെട്ടു. വയോധിക ഉടൻ തന്നെ മകളെ ഫോണിൽ വിവരം അറിയിച്ചു. മകൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പോലീസ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞു നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ ശ്മശാനത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സണ്ണി ജോസഫിന്റെ ഓവർ കോൺഫിഡൻസ് വിനയായി. കെപിസിസി ഡിസിസി പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടി. പുതിയ കെപിസിസി ഡിസിസി ഭാരവാഹികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടി. മുതിർന്ന നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കുവാൻ പറ്റാതെ വന്നതോടെയാണ് ഭാരവാഹി ചർച്ചകൾ അനിശ്ചിതമായി നിർത്തിവച്ചത്. കണ്ണൂർ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ഡിസിസി അധ്യക്ഷന്മാരുടെ മാറ്റത്തിലുണ്ടായ തർക്കമാണ് പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടുവാൻ കാരണമായത്. കണ്ണൂർ ഡിസിസി അധ്യക്ഷനായ മാർട്ടിൻ ജോർജിനെ മാറ്റണമെന്ന കെപിസിസി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നിലപാടിനെതിരെ കെ സുധാകരൻ രംഗത്തു വന്നതോടെയാണ് തർക്കം രൂക്ഷമായത്. നിലവിൽ കെ സുധാകരൻ ഗ്രൂപ്പിന്റെ ഏക ഡിസിസി അധ്യക്ഷനാണ് മാർട്ടിൻ. കെ സുധാകരനെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റുവാൻ തീരുമാനിച്ചപ്പോൾ കടുത്ത പ്രതിഷേധം ഉയർത്തിയതും മാർട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു. പുതിയ കെപിസിസി അധ്യക്ഷനായി ചുമതലയേറ്റപ്പോൾ സണ്ണി ജോസഫിനെ അംഗീകരിക്കുവാൻ വിമുഖത കാണിച്ച നേതാക്കളിൽ ഒരാളാണ് മാർട്ടിൻ ജോർജ്. കണ്ണൂരിൽ നിന്നുള്ള കെപിസിസി അധ്യക്ഷൻ എന്ന നിലയിൽ ഡിസിസി വലിയ താൽപര്യം കാണിച്ചില്ലെന്ന പരാതി സണ്ണി ജോസഫിനുണ്ട്. റിജിൽ മാക്കുറ്റിയുടെ പേരാണ് ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് ഉയർത്തിക്കാണിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിന് പുറത്തുള്ള ഒരാൾ നേതൃത്വത്തിലെത്തുന്നത് ഗുണകരമാകുമെന്നാണ് കെപിസിസി അധ്യക്ഷന്റെ നിലപാട്.
കോഴിക്കോട് 4ാം ക്ലാസ്സുകാരി മരിച്ച സംഭവം, മരണകാരണം മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് പനി ബാധിച്ച് 4ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ മരണകാരണം മസ്തിഷ്ക ജ്വരമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം നിഗമനം. കുട്ടിക്ക് ചികിത്സ വൈകിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതി നൽകിയിരുന്നു. കൂടുതൽ പരിശോധനയ്ക്കായി സ്രവം അയച്ചു. ചികിത്സ വൈകിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇന്നലെ രാവിലെ 10:15ഓടെയാണ് കുട്ടിയെ പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. കുട്ടിക്ക് മരുന്ന് നൽകി. വൈകുന്നേരം 3 മണിയായതോടെ കുട്ടിയുടെ ആരോഗ്യനില മോശമായി. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയില്ലെന്നതാണ് കുടുംബത്തിന്റെ പരാതി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. GCCയിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം ആന്തോളജി. ശ്രദ്ധേയമായി മലയാളി ദമ്പതികളുടെ ഷെൽട്ടർ. ബഹ്റൈനിൽ മലയാളി ദമ്പതികൾ ഒരുക്കിയ ആന്തോളജി ഫിലിം ശ്രദ്ധേയമാവുന്നു. ജയ മേനോൻ രചിച്ച കഥകളും തിരക്കഥകളും അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഈ സിനിമകൾ ഗൾഫിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം ആന്തോളജി ചിത്രമായ ഷെൽട്ടർ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഒരുങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും ബഹ്റൈനിൽ ചിത്രീകരിച്ച ഈ സിനിമകളിലെ എല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ബഹ്റൈനിൽ നിന്നുള്ളവരുമാണെന്നതാണ് ഈ സിനിമകളുടെ പ്രത്യേകത. ബഹ്റൈനിൽ ഒരാഴ്ചക്കാലം നിറഞ്ഞ സദസ്സിൽ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. GCCയിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം ആന്തോളജി ഫിലിം എന്ന ബഹുമതി കൂടി ഷെൽട്ടറിനുണ്ട്. 4 സിനിമകൾ ചേർന്ന ഈ ആന്തോളജിയിൽ 3 എണ്ണത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് ജയ മേനോനാണ്. ഇതിലെ സ്റ്റെയിൽമേറ്റ് എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നതും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ജയ മേനോൻ തന്നെയാണ്. ഒരു എഴുത്തുകാരി കൂടിയായ ജയ മേനോൻ ഏകദേശം 15ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രകാശ് മേനോനും സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ്. ബ്രഹ്മകൽപ്പനകൾ എന്ന നോവലിന്റെ രചയിതാവ് കൂടിയാണ് ജയ മേനോൻ. ഇന്ദിരാഗാന്ധിയെ മറികടന്നു. സ്വാതന്ത്ര്യദിനത്തിൽ മോദിക്ക് റെക്കോർഡ്. 103 മിനിറ്റ് നീണ്ട പ്രസംഗം. ചെങ്കോട്ടയിൽ തുടർച്ചയായി 12ാം തവണയും സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ചു. ഈ വർഷത്തെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ 103 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ്. തുടർച്ചയായി 11 തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മോദി ഇത്തവണ മറികടന്നത്. അതേസമയം തുടർച്ചയായി 17 തവണ പ്രസംഗം നടത്തിയ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഈ റെക്കോർഡ് പട്ടികയിൽ മോദിക്ക് മുന്നിലുള്ളത്. നെഹ്റു 1947 മുതൽ 1963 വരെയാണ് ചെങ്കോട്ടയിൽ നിന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇന്ദിരാഗാന്ധി ആകെ 16 തവണയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിച്ചത് എങ്കിലും ഇതിൽ 11 പ്രസംഗങ്ങൾ മാത്രമാണ് തുടർച്ചയായി നടത്തിയത്. 2014 അധികാരത്തിലെത്തിയ മോദി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ തുടർച്ചയായ 10 പ്രസംഗങ്ങളുടെ റെക്കോർഡ് കഴിഞ്ഞ വർഷം തകർത്തിരുന്നു. മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെയാണ് പ്രധാനമന്ത്രിയായിരുന്നത്. അടൽ ബിഹാരി വാജ്പേയി 6 തവണയും രാജീവ് ഗാന്ധി 5 തവണയും ലാൽ ബഹാദൂർ ശാസ്ത്രി 2 തവണയും സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ പ്രസംഗത്തിൽ ഉത്തരാഖണ്ഡ്, ജമ്മുകാശ്മീർ, ഹിമാചൽ എന്നിവിടങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടാണ് മോദി തുടങ്ങിയത്. ഇതിനു പുറമെ തീവ്രവാദത്തിനെതിരായ കർശനമായ നിലപാട്, സ്വാശ്രയ ഇന്ത്യ, സാങ്കേതിക വിദ്യാരംഗത്തെ പുരോഗതി, ഊർജ്ജസ്വലമായ ഇന്ത്യ, വികസിത ഇന്ത്യയാക്കുവാനുള്ള ദൌത്യം എന്നിവയും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. വെള്ളക്കുർത്തയും കാവിത്തലപ്പാവും ധരിച്ചാണ് മോദി ചെങ്കോട്ടയിൽ എത്തിയത്. ഇന്ത്യൻ പതാകയുടെ നിറത്തിലുള്ള ഷാളും അദ്ദേഹം ധരിച്ചിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.